ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. പണച്ചോർച്ച തടയാൻ വെള്ളം എങ്ങനെ ഒഴുകണം? കേൾക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റ് ഒന്നുമില്ലേ? കാര്യം നമ്മുടെ മഴവെള്ളം വീട്ടിന് മുകളിൽ വീഴുന്നത്, അത് ഒഴുകിപ്പോകുന്നത് പണച്ചോർച്ചയുമായി ബന്ധമുണ്ടെന്ന് വാസ്തു പറയുന്നു. നമ്മൾ മുകളിൽ വീഴുന്ന മഴയെ എപ്പോഴും അതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ നോർത്തിലേക്ക്, മാക്സിമം നോർത്തിലേക്കും ഈസ്റ്റിലേക്കും മാത്രം ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സജ്ജീകരിക്കുക. എന്നിട്ട് നോർത്ത് ഈസ്റ്റ് കോർണറിൽ കൊണ്ടുവന്ന് ഡിപ്പ് താഴോട്ട് കൊണ്ടുവന്ന് അത് ഫ്ലോ ഔട്ട് ചെയ്യുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. ഒരു കാരണവശാലും സൗത്തിലേക്കോ വെസ്റ്റിലേക്കോ വെള്ളം ഒഴുകരുത്. സൗത്തിലേക്കോ വെസ്റ്റിലേക്കോ വെള്ളം ഒഴുകിയാൽ കഠിനമായ സാമ്പത്തിക ചോർച്ച നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജലപ്രദക്ഷിണമെന്നാണ് നമ്മളൊരു വാസ്തുവിനെ പറയുന്നത്. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞതാണ്. വെള്ളം ചോർച്ചയും സാമ്പത്തികവുമായി വളരെ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വീട് ജലം ഒഴുക്കും, വെള്ള ചോർച്ചയല്ല, ജലം ഒഴുക്കും സാമ്പത്തിക ചോർച്ചയുമായി വളരെ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജലമൊഴുക്ക് വളരെ ശ്രദ്ധിക്കുക. എപ്പോഴും വടക്കോട്ടും കിഴക്കോട്ടും മാത്രം ഒഴുകട്ടെ വെള്ളം. ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിലെത്തുന്നവരെ നന്ദി, നമസ്കാരം.